ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. PM ശ്രീ വിവാദത്തിൽ CPI അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി നേരിട്ടിറങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തെ CPI സംസ്ഥാന സെക്രട്ടറിയെ ഫോണിൽ വിളിച്ചു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, ഇപ്പോൾ മുഖ്യമന്ത്രി തലസ്ഥാനത്ത് തിരിച്ചെത്തിയ ശേഷമുള്ള ഫോൺ വിളിയാണോ അതോ ഗൾഫിൽ നിന്നുള്ള വിളിയാണോ? സ്മൃതി, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകുന്നേരമാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ ഫോണിൽ വിളിച്ചത്. തൊട്ടടുത്ത ദിവസം തന്നെ നേരിട്ട് കണ്ട് CPIക്കുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന വാഗ്ദാനമാണ് പിണറായി വിജയൻ ബിനോയ് വിശ്വത്തിന് നൽകിയത്. അങ്ങനെയെങ്കിൽ റഹീസ്, നാളെ രാവിലെയാണല്ലോ CPI എക്സിക്യൂട്ടീവ് യോഗം. അതിനു മുമ്പ് ആ കൂടിക്കാഴ്ച ഉണ്ടാകുമോ അതോ നാളത്തെ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെക്കുമോ, സമയം നീക്കിവെക്കുമോ? അത്തരമൊരു തീരുമാനത്തിലേക്ക് CPI പോയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയനും ആലപ്പുഴയിലാണുള്ളത്. CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗവും ആലപ്പുഴയിലാണ് നടക്കുന്നത്. അതിനിടയ്ക്ക് അത്തരത്തിൽ നേരിട്ടുള്ള ഒരു കൂടിക്കാഴ്ചകൾ നടക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. പിണറായി വിജയൻ ബിനോയ് വിശ്വത്തോട് പറഞ്ഞ കാര്യം, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് ചർച്ച ചെയ്ത് പരിഹരിക്കാം. CPIയുടെ ആശങ്ക മനസ്സിലാക്കുന്നുണ്ട്. ആ ആശങ്കകൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ CPIഎമ്മും സർക്കാരും തയ്യാറാണ്. കടുത്ത തീരുമാനത്തിലേക്ക് CPI പോകരുത്. തൊട്ടടുത്ത ദിവസം തന്നെ, ഇപ്പോൾ നാട്ടിൽ തിരിച്ചെത്തിയ തൊട്ടടുത്ത ദിവസം തന്നെ നേരിട്ട് ചർച്ചകൾ നടത്തി ഒരുമിച്ചിരുന്ന് ആ പ്രശ്ന പരിഹാരം ഉണ്ടാക്കാമെന്ന കാര്യമാണ് ബിനോയ് വിശ്വത്തോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കുവച്ചത്. കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകരുത് എന്ന അഭ്യർത്ഥന മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ടല്ലേ? മുഖ്യമന്ത്രി കടുത്ത തീരുമാനത്തിലേക്ക് CPI പോകരുത്. കാരണം CPIയുടെ ഭാഗത്ത് നിന്ന് നാളത്തെ എക്സിക്യൂട്ടീവ് നിർണായകമാണ്. ചില നീക്കങ്ങൾ CPI കടുത്ത തീരുമാനത്തിലേക്ക് പോകാനുള്ള ചില നീക്കങ്ങൾ CPIയുടെ ഭാഗത്തു നിന്ന് ഇന്ന് വൈകിട്ടും ഇന്നലെയും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. മന്ത്രിമാരുടെ ഓഫീസുകൾ കേന്ദ്രീകരിച്ച ഫയൽ നീക്കങ്ങളുമെല്ലാം ആ തരത്തിൽ നടക്കുന്നുണ്ട് എന്ന വിവരം നമുക്കും ലഭിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ CPI കൽപ്പിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുമെന്ന വിലയിരുത്തലിൽ CPM എത്തുകയും ചെയ്തു. CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഫോണിൽ വിളിച്ച് ബിനോയ് വിശ്വവുമായി ചർച്ചകൾ നടത്തിയിരുന്നു. അതിനിടയിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി CPIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ MN സ്മാരകത്തിലേക്ക് അയച്ച് ആ വിധത്തിലും ചർച്ചകൾ നടത്തി. പക്ഷേ ആ രണ്ട് ചർച്ചകളിലും ഒരു ഫലവും ഉണ്ടായിട്ടില്ല. CPI അവർ നേരത്തെ ഉന്നയിച്ച അതേ ആവശ്യങ്ങളിൽ നിൽക്കുകയാണ്. PM ശ്രീ കരാർ ഒപ്പിട്ടതിൽ നിന്ന് പിന്മാറണം എന്നതാണ് അവരുടെ ഒന്നാമത്തെ ആവശ്യം. മറ്റ് സാങ്കേതികമായ കാര്യങ്ങൾ, കേരളത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കില്ല എന്ന് പറയുന്നതിനോടൊന്നും അവർ യോജിക്കുന്നുമില്ല. എന്ന് മാത്രമല്ല, CPIക്ക് ഇന്ന് അവർ ചില ലീഗൽ വെർഷൻ എടുത്തിരുന്നു. അതിൽ മന്ത്രിസഭ തീരുമാനിക്കാത്ത ഒരു കാര്യത്തിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി അടക്കമുള്ള ഒരു ഉദ്യോഗസ്ഥർക്കും ഒപ്പിടാൻ കഴിയില്ല എന്നൊരു വിവരം, ഒരു നിയമോപദേശം CPIക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു തരത്തിൽ ഇവർ കോടതിയെ സമീപിക്കുകയാണെങ്കിൽ അത് സർക്കാരിന് തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ തരത്തിൽ ഒരു മുന്നണിയിൽ നിൽക്കുമ്പോൾ ആ നിയമ പോരാട്ടത്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ പോലും CPI ആലോചിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇത് അറിഞ്ഞിട്ട് കൂടിയാണ് മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഒരു രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നത് എന്ന് വേണം കരുതാൻ. CPI നേതൃത്വം അതിനെ പോസിറ്റീവാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ എക്സിക്യൂട്ടീവ് നീട്ടിവെക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഈ സമയത്ത് ആലോചിച്ചിട്ടില്ല എന്നാണ് നേതൃത്വത്തിൽ. ഞാൻ റോഷിബാലിലേക്ക് കൂടി പോകുന്നു. റോഷിബാൽ, ഇപ്പോൾ മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തെ ഫോണിൽ വിളിച്ചിരിക്കുന്നു. കടുത്ത തീരുമാനത്തിലേക്ക് പോകരുത് എന്ന് അഭ്യർത്ഥിച്ചിരിക്കുന്നു. നാളെ കാണാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാളെ ഒരു കൂടിക്കാഴ്ച, മുഖ്യമന്ത്രി ബിനോയ് വിശ്വം കൂടിക്കാഴ്ചയുണ്ടാകും. പക്ഷേ എങ്ങനെ അനുനയിപ്പിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. എന്തിനാണ് സാധ്യത, എന്താണ് നമുക്ക് അറിയാനാകുന്നത്? റോഷിബാൽ, ഇനി സർക്കാരിന് മുന്നിൽ ഒറ്റ വഴിയാണ്, CPMന് മുന്നിലുള്ള ഏക വഴി അത് തന്നെയാണ്. മുഖ്യമന്ത്രി ഇടപെടുന്നു, പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നു. ഇല്ലെങ്കിൽ CPI നേതൃത്വം കടുത്ത തീരുമാനമെടുക്കുമെന്ന് ഏതാണ്ട് സൂചന വന്നു. അത് തന്നെയാണ് തലസ്ഥാനത്ത് എത്തിയതിന് തൊട്ടുപിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി സംസാരിച്ചതിന് കാരണം PM ശ്രീ വിഷയത്തിൽ കടുത്ത നിലപാട് അത് CPI സംസ്ഥാന നേതൃത്വം മാത്രമല്ല ദേശീയ നേതൃത്വം ആ നിലപാട് CPMന്റെ ദേശീയ നേതൃത്വത്തെ അറിയിച്ചതാണ്. PM ശ്രീ പദ്ധതി അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഗൂഢാലോചനയാണ്, അജണ്ടയാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല, സംസ്ഥാന സർക്കാരിനോ CPMനോ CPI നേതൃത്വത്തെ എന്തുകൊണ്ട് PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ടി വരുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളെ ചേരുന്ന എക്സിക്യൂട്ടീവിൽ ഒരുപക്ഷെ കടുത്ത തീരുമാനത്തിലേക്ക് CPI പോകുമെന്ന ഉറപ്പായതോടെയാണ് ഒടുവിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അനുനയത്തിന് ഇറങ്ങുന്നത്. ഇന്നലെ ശിവൻകുട്ടി MN സ്മാരകത്തിലെത്തി കണ്ട ശേഷം പിന്നെ ഒരു നീക്കവും CPM നേതാക്കളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അത്
മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് പരിഹരിക്കേണ്ടതാണ് എന്ന രൂപത്തിലേക്ക് അത് മാറ്റുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ മുഖ്യമന്ത്രി വന്ന ഉടനെ ബിനോയ് വിശ്വത്തെ വിളിച്ചിരിക്കുന്നു. പക്ഷേ ഇതിൽ പ്രതിസ്ഥാനത്തുള്ളത് മുഖ്യമന്ത്രിയാണല്ലോ. മുഖ്യമന്ത്രിയാണ് ഈ ഒപ്പിടലിന് പിന്നിൽ എന്നുള്ള ആരോപണമാണ് ഏറ്റവും ശക്തമായി നിൽക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി എങ്ങനെ അനുനയിപ്പിക്കും ഞങ്ങളെ അറിയിക്കാതെ? കാരണം ആ മന്ത്രിസഭായോഗത്തിൽ മുഖ്യമന്ത്രി കെ രാജൻ ഈ PM ശ്രീയിൽ ഒപ്പിടരുത് എന്ന് പറയുമ്പോഴേക്കും ആ ഒപ്പിടൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇരുട്ടിൽ നിർത്തിയ ആളാണ് ഇപ്പോൾ വിളിക്കുന്നത്. സ്മൃതി, അത് യാഥാർത്ഥ്യമാണ്. ഇത് പരാതിയായി പരസ്യമായി തന്നെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞതാണ്. അതുകൊണ്ട് ഇനി വളരെ എളുപ്പത്തിൽ CPI നേരത്തെ അനുനയിപ്പിക്കുക അത് അസാധ്യമായിരിക്കും. പക്ഷേ മുഖ്യമന്ത്രി കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്കൊരു പ്രതീക്ഷയുണ്ട് CPM നേതൃത്വത്തിന്.